നമസ്കാരം കുഞ്ഞോളെ, നമ്മൾ കോംപ്ലക്സിലെ വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ ഭാഗത്തിലെ നമ്മൾ കോംപ്ലക്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ടേമുകളും അതേപോലെ അതിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം, കോംപ്ലക്സിലെ രണ്ടാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞുമക്കളെ അതിലെ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബോണ്ടിങ് ഇൻ കോംപ്ലക്സസ്. ബോണ്ടിങ് ഇൻ കോംപ്ലക്സസ്. ഈ കോംപ്ലക്സിലെ ബോണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 തിയറികളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാണ് വെർനേഴ്സ് കോർഡിനേഷൻ തിയറി. ഓക്കെ, കോംപ്ലക്സിലെ ബോണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാമത്തെ തിയറി വെർനേഴ്സ് കോർഡിനേഷൻ തിയറി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോർഡിനേഷൻ തിയറി. or Versner's theory. Okay, രണ്ടാമത്തെ തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി, VBT. മൂന്നാമത്തേതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, CFT. അപ്പൊ നമ്മൾ അത് ഓരോ വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർനേഴ്സ് കോർഡിനേഷൻ തിയറി. അപ്പൊ എന്താണ് ഈ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് മിസ്റ്റർ വെർണർ ഒരാളുടെ പേരാണ്, ആൽഫ്രഡ് വെർണർ. ഓക്കെ, അദ്ദേഹം എന്താണ് ഈ കോംപ്ലക്സിലെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പറയുന്നതിന് മുമ്പ് ഈ വെർണറിന്റെ ഈ തിയറിക്ക് ആധാരമായിട്ടുള്ള ഒരു സംഗതി ഞാൻ പറയാം. ഒരു കോംപ്ലക്സ് കൊബാൾട്ട് ക്ലോറൈഡ് എന്ന് പറയുന്നൊരു അയോണിക് കോമ്പൗണ്ട് അമോണിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അഡീഷൻ കോമ്പൗണ്ടാണ്, കേൾക്കണേ, ഒരു അഡീഷൻ കോമ്പൗണ്ടാണ് CuCl3 6NH3. ഞാനിത് ബാലൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു അഡീഷൻ കോമ്പൗണ്ടാണ്. ഓക്കെ, CuCl3 6NH3 ഇതൊരു അഡീഷൻ കോമ്പൗണ്ടാണ്, ഇതൊരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിലേക്ക്, കേൾക്കണേ, ഈ കോംപ്ലക്സിലേക്ക് ഞാൻ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്തു. ഓക്കെ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, ഓക്കെ, വിച്ച് ഈസ് എ സോൾവെന്റ്. ഐ മീൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ സിൽവർ നൈട്രേറ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് അറിയാവോടാ കുഞ്ഞോളെ? സിൽവർ ക്ലോറൈഡ് ആയിരുന്നു ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇതൊരു അയോണിക് കോമ്പൗണ്ട് ആണ്, ഇതും അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഈ അയോണിക് കോമ്പൗണ്ട് ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ നൈട്രേറ്റ് വിളിച്ചപ്പോൾ കൂടെ പോകാൻ പറ്റുന്ന ആരോ ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ക്ലോറിനാണ്. എനിക്ക് അമോണിയം നൈട്രേറ്റ് കിട്ടിയില്ല. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് അമോണിയം നൈട്രേറ്റ് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് സിൽവർ ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതിലെ ഈ കോമ്പൗണ്ടിലെ NH3 എന്ന് പറയുന്ന അല്ലെങ്കിൽ NH4 എന്ന് പറയുന്ന ആൾക്കാർ ഈ സിൽവർ നൈട്രേറ്റിന്റെ കൂടെ പോകുന്ന ആൾക്കാരല്ല. അതേസമയം സിൽവർ നൈട്രേറ്റ് വിളിച്ച ഉടനെ തന്നെ ഇതിലെ ക്ലോറിൻ ഇറങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്തു അറിയാവടാ കുഞ്ഞോളെ? ഉണ്ടായ സിൽവർ ക്ലോറൈഡിന്റെ അളവ് ഞാൻ നോക്കി, 3 മോൾ സിൽവർ ക്ലോറൈഡ് ഉണ്ടായിരുന്നു. എക്സസ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 3 മോൾ സിൽവർ ക്ലോറൈഡ് കിട്ടി. അപ്പൊ തീർച്ചയായിട്ടും ഈ 3 ക്ലോറിനും സിൽവറിന്റെ കൂടെ പോയിട്ടുണ്ട്, Ag+ കൂടെ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ, ഒരു അയോണിക് കോമ്പൗണ്ട് വിളിച്ചാൽ ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു ബന്ധം മാത്രമേ കൊബാൾട്ടുമായിട്ട് ക്ലോറിനുള്ളൂ. അതേസമയം ഇയാൾ വിളിച്ചാൽ പോകുന്ന തരത്തിലുള്ള ഒരു ബന്ധമല്ല കൊബാൾട്ടുമായിട്ട് അമോണിയക്കുള്ളത്.
അപ്പൊ ഇവര് തമ്മിൽ ദൃഢമായ ഒരു ബോണ്ടാണുള്ളത്. അതേസമയം ഇവര് തമ്മിലുള്ള ബോണ്ട് അത്ര ദൃഢമല്ല. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അതിനേക്കാൾ സ്ട്രോങ് അല്ല ഇവിടുത്തെ ബോണ്ട് എന്ന് മനസ്സിലായില്ലേ? അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ സിൽവർ നൈട്രേറ്റിന്റെ കൂടെ ഈ Cl3 ഇറങ്ങിപ്പോയി? എന്താണ് ഇവിടുത്തെ ഈ കൊബാൾട്ടുമായിട്ട് ക്ലോറിൻ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയാ റിലേഷൻഷിപ്പും അമോണിയ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പും തമ്മിൽ എന്താ വ്യത്യാസം? അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കോംപ്ലക്സിൽ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ്, ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് മിസ്റ്റർ വെർണർ, ആൽഫ്രഡ് വെർണർ. 1893 ഇദ്ദേഹം ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഈ തിയറി പറഞ്ഞിട്ട് അവസാനം ഒന്നുകൂടി പറയാം. ഓക്കെ, എന്തുകൊണ്ട് 3 ക്ലോറിൻ ഇറങ്ങിപ്പോയി, അമോണിയ എന്തുകൊണ്ട് സിൽവർ നൈട്രേറ്റിന്റെ കൂടെ പോയില്ല, അത് നമുക്ക് അടുത്ത എന്താ പറയാ ഈ തിയറി കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോ പറയാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഈ തിയറിയുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് മക്കളെ, ഒന്ന് ഇന്ന കോംപ്ലക്സ്, ഒരു കോംപ്ലക്സിൽ മെറ്റൽ എക്സിബിറ്റ് 2 types of valencies. ഓക്കെ, ഞാൻ ഓരോന്നും ഡീറ്റെയിലായിട്ട് പറയും കേട്ടോ. ഇന്നേ കോംപ്ലക്സ് metal exhibit 2 types of valencies. ഒരു കോംപ്ലക്സിലുള്ള മെറ്റലിന് 2 തരത്തിലുള്ള വാലൻസികളുണ്ട്. പെട്ടെന്ന് കേട്ടാലൊന്നും മനസ്സിലാവില്ല, ഞാൻ പറയൂട്ടോ. പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി ആൻഡ് മാഷ് കുറച്ച് കഴിഞ്ഞത് വായിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോ. സെക്കൻഡറി വാലൻസീസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസീസ്. ഏതൊരു കോംപ്ലക്സ് എടുത്താലും ഒരു മെറ്റൽ ആറ്റം അതിലുണ്ടാവുന്ന ഉറപ്പല്ലേ? ആ മെറ്റൽ ആറ്റവുമായിട്ടാണ് മറ്റുള്ളവർ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ വെർണർ ഇവിടെ ബോണ്ട് എന്നുള്ള ടേം ഉപയോഗിക്കുന്നില്ല, പകരം ഇങ്ങനെയാ പറയുന്നത്, മെറ്റലിന് 2 ടൈപ്പിലുള്ള വാലൻസികളുണ്ട്. ആക്ച്വലി ഇത് എന്താ അറിയാവോ, മെറ്റല് 2 തരത്തിലുള്ള ബോണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കോംപ്ലക്സിൽ ഒരു മെറ്റൽ 2 ടൈപ്പിലുള്ള ബോണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ബോണ്ടുകളെ ഇന്ന് പറയുമ്പോഴുള്ള അയോണിക് ബോണ്ട് എന്നോ കോവാലന്റ് ബോണ്ട് എന്നോ കോർഡിനേറ്റ് ബോണ്ട് എന്നോ എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ഒരു ടേം അന്ന് ഉപയോഗത്തിലില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാവോ, പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. ആ 2 വാലൻസികൾ ഇന്ന് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. പറയുമ്പോൾ 2 ടൈപ്പിലുള്ള ബോണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബോണ്ടിന്റെ പേരാണ് പ്രൈമറി ബോണ്ട്, മറ്റേ ടൈപ്പിലുള്ള ബോണ്ടിന്റെ പേരാണ് സെക്കൻഡറി ബോണ്ട് അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി. ക്ലിയർ? പഠിച്ചു. ഓക്കെ, 2 പ്രൈമറി. ഇനി ഈ പ്രൈമറി വാലൻസിന്റെയും സെക്കൻഡറി വാലൻസിന്റെയും പ്രത്യേകതകളാണ് പറയുന്നത്. Primary valencies are ionizable. Okay, മെറ്റല് 2 ടൈപ്പിലുള്ള വാലൻസി ഉണ്ടാക്കും. അതിൽ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയണൈസബിൾ ആണ്. Whereas secondary valencies are non-ionizable. Secondary valencies are non-ionizable. ഓക്കെ, അപ്പൊ എന്താ അതിൽ മനസ്സിലായിട്ടാ? പ്രൈമറി വാലൻസി ആരാണോ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് പ്രൈമറി ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അവര് ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അയണൈസബിൾ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആകും. ഓക്കെ, അയോണിക് ബോണ്ടാണ് ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത്. അയോണിക് ബോണ്ടാണ്. പ്രൈമറി വാലൻസി ഉണ്ടാക്കുന്നവര് ആരാണോ, അതാദ്യം നമ്മൾ പറഞ്ഞിട്ടില്ല, അത് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ട് ആക്ച്വലി അയോണിക് ബോണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അയോണൈസബിൾ ആയിട്ടുള്ള വാലൻസി ആണ് പ്രൈമറി വാലൻസി.
അതേ സമയം സെക്കൻഡറി വാലൻസീസ് അയണൈസിബിൾ അല്ല. അതായത് പൊട്ടിക്കുന്ന തരത്തിലുള്ള ബന്ധമല്ല. ആരാണ് ഈ സെക്കൻഡറി വാലൻസി മെറ്റൽ ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്നത്? ആ മെറ്റൽ ആറ്റവുമായിട്ട് സെക്കൻഡറി വാലൻസി ഉണ്ടാക്കുന്ന ആ മെറ്റൽ ആറ്റവുമായിട്ട് അവരുണ്ടാക്കുന്ന സെക്കൻഡറി വാലൻസീസ് പൊട്ടിക്കുന്ന തരത്തിലുള്ള ബന്ധമല്ല. ഒരു പ്രെസിപിറ്റേറ്റിംഗ് ഏജന്റ് വന്നിട്ട് വിളിച്ചാൽ ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ബന്ധമല്ല ഈ സെക്കൻഡറി വാലൻസി ഉണ്ടാക്കുന്നവർ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായി. പ്രൈമറി വാലൻസി അയണൈസബിൾ ആണ്, അത് പൊട്ടിപ്പോകുന്നതാണ്. പ്രെസിപിറ്റേറ്റിംഗ് ഏജന്റ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്നവരാണ് ഈ പ്രൈമറി വാലൻസി ഉണ്ടാക്കുന്നത്. സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ ആണ്. മൂന്നാമത്തത് ഇനി അതിന്റെ പ്രത്യേകത തന്നെയാണ് പറയുന്നത് കേട്ടോ. സെക്കൻഡറി വാലൻസീസ് ആർ ഫിക്സ്ഡ്. Okay, every metal atom has a fixed number of secondary valencies. ഇതിലെ ഈ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും മോഡേൺ ടെർമിനോളജിയിൽ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം കേട്ടോ. എവരി മെറ്റൽ ആറ്റം ഹാസ് ഫിക്സ്ഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസീസ്. സെക്കൻഡറി വാലൻസിയുടെ എണ്ണം എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. പ്രൈമറി ആയതൊന്നും നിർബന്ധമില്ല. ഓക്കെ, ഫിക്സ്ഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസീസ്. അതിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഒരു കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ മെറ്റൽ ആറ്റം ഉണ്ടാവുമല്ലോ. ആ മെറ്റൽ ആറ്റത്തിന്റെ സെക്കൻഡറി വാലൻസി അയാൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അയാളുമായിട്ടുണ്ടാക്കുന്ന സെക്കൻഡറി വാലൻസി എപ്പോഴും ഫിക്സ്ഡ് ആണ്. അതിന്റെ എണ്ണം ഫിക്സ്ഡ് ആണ്. അതെത്ര എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി ഏതൊരു മെറ്റൽ ആറ്റത്തിനും ഈ രണ്ട് ടൈപ്പിലുള്ള ബോണ്ട് അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള വാലൻസിയും ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. എവരി മെറ്റൽ ആറ്റം ഹാസ് a tendency to satisfy both primary and secondary valencies. രണ്ട് വാലൻസിയും ഉണ്ടാക്കാൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറഞ്ഞ രണ്ട് വാലൻസികളും ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ആരാണ് ഈ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് പ്രൈമറി വാലൻസി ഉണ്ടാക്കുന്നത്, ആരാണ് സെക്കൻഡറി വാലൻസി ഉണ്ടാക്കുന്നത്? അതാണ് ഇതിന്റെ കൂടെ നെക്സ്റ്റ് പറയേണ്ടത്. പ്രൈമറി വാലൻസീസ് are satisfied by primary valencies are satisfied by, അതായത് പ്രൈമറി വാലൻസി ഉണ്ടാക്കുന്നവരെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിവ. നമുക്കത് അറിയാലോ. മെറ്റൽ എപ്പോഴും പോസിറ്റീവ് ചാർജ് അയോൺ ആയിരിക്കും. അവരുമായിട്ട് അയോണിക് ബോണ്ട് ഉണ്ടാക്കേണ്ടത് എന്തായാലും നെഗറ്റീവ് ചാർജ് ഉള്ളവരായിരിക്കണമല്ലോ. അപ്പൊ അത് നമുക്ക് ഇത് പഴയ ടേമുകളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. കാരണം ആദ്യത്തെ തിയറിയാണ്, പഴയ തിയറിയാണിത്. ഓക്കെ, അപ്പൊ ആ പഴയ തിയറിനെ നമ്മൾ മോഡേൺ കോൺസെപ്റ്റുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. സോ പ്രൈമറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, whereas secondary valencies are satisfied by either രണ്ട് കൂട്ടരുണ്ട്. either negatively charged ions or neutral molecules. ഇത് നമുക്ക് അറിയാവുന്ന എന്താണ് ഒരിക്കലും സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ന്യൂട്രൽ മോളിക്യൂൾസ് എന്തായാലും അയോണിക് ബോണ്ട് ഉണ്ടാക്കൂല. അപ്പൊ ഓർമ്മിക്കുക, പ്രൈമറി വാലൻസി എന്ന് അറിയപ്പെടുന്ന ഇപ്പോഴത്തെ അയോണിക് ബോണ്ട് ആക്ച്വലി ഉണ്ടാക്കുന്നത് ആരാണ്? നെഗറ്റീവ് ചാർജ് അയോൺസ് ആണ്.
അതേസമയം സെക്കൻഡറി വാലൻസി അതിപ്പോഴെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാം. സെക്കൻഡറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ഐദർ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ്. കേൾക്കണേ, ചിലപ്പോ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺ തന്നെ രണ്ട് ബോണ്ട് ഒരുമിച്ചുണ്ടാക്കും. ഡബിൾ ഹോൾ. ഓക്കെ, സംടൈംസ് അതെല്ലാം നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കുഞ്ഞോളെ. സംടൈംസ് ദി സെയിം നെഗറ്റീവ് അയോൺ may satisfy. അതാര് ഓക്കെ, ന്യൂട്രൽ മോളിക്യൂൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ന്യൂട്രൽ മോളിക്യൂൾ ഒരിക്കലും പ്രൈമറി വാലൻസി ഉണ്ടാക്കൂല. പക്ഷേ നെഗറ്റീവ് അയോൺ, ഒരേ നെഗറ്റീവ് അയോണിനെ സാറ്റിസ്ഫൈ both primary and secondary valencies. രണ്ട് വാലൻസി ഒരാൾ തന്നെ ഉണ്ടാക്കി കളയും. ഓക്കെ, both primary and secondary valencies. ഓക്കെ, അടുത്തത് മാഷിതെല്ലാം ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കുഞ്ഞുങ്ങൾ ക്ലിയർ ആവട്ടോ. The next primary valencies are non-directional. non-directional എന്താണ് മീനിങ് എന്ന് പറയാം. whereas secondary valencies are directional. ഈ സെക്കൻഡറി ബോണ്ട് ഉണ്ടാക്കും, സെക്കൻഡറി വാലൻസികൾ ഉണ്ടാക്കുന്നവരെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും കൃത്യമായ പൊസിഷനിലായിരിക്കും എപ്പോഴും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നോക്കണം, സെക്കൻഡറി വാലൻസി ഫിക്സ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ സെക്കൻഡറി വാലൻസി 6 ആണെങ്കിൽ ആ 6 സെക്കൻഡറി വാലൻസികൾ ഉണ്ടാക്കുന്നവരെ എല്ലായ്പ്പോഴും സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചുറ്റും ഒരു പ്രത്യേക പോയിന്റുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് നോക്കിയിട്ട് ഇതിന്റെ ജോമെട്രി നമുക്ക് പറയാൻ പറ്റും. അതേസമയം പ്രൈമറി വാലൻസി എപ്പോൾ ഇന്ന ഡയറക്ഷനിലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഫിക്സ്ഡ് അല്ല. ഒരേ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചിലപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൈമറി വാലൻസികൾ ഉണ്ടാവാം. സെക്കൻഡറി വാലൻസി ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ 6 6 5 5 4 4. അതെപ്പോഴും ആ വാലൻസികൾ ഉണ്ടാക്കുന്നവർ അതിന് ചുറ്റും ഒരു പ്രത്യേകമായ ഡയറക്ഷനിൽ പൊസിഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. എക്സാമ്പിൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ദി സുവർണസ് കോർഡിനേഷൻ തിയറി. നമ്മൾ ഇതിനെ ചുരുക്കിയിട്ടാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് പഠിക്കണം, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി. ഇൻ എ കോംപ്ലക്സ് മെറ്റൽ എക്സിബിറ്റ് 2 types of valency. ഒരു കോംപ്ലക്സിൽ ഒരു മെറ്റൽ 2 ടൈപ്പിലുള്ള വാലൻസികൾ ഉണ്ടാക്കും. അതായത് 2 ടൈപ്പിലുള്ള ബോണ്ട് ഉണ്ടാക്കും. പ്രൈമറി ബോണ്ട്, സെക്കൻഡറി ബോണ്ട്. പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി അയണൈസബിൾ ആണ്, സെക്കൻഡറി വാലൻസി നോൺ അയണൈസബിൾ ആണ്. പ്രൈമറി വാലൻസിയുടെ എണ്ണം ഫിക്സഡ് ആണെന്നില്ല, സെക്കൻഡറി വാലൻസിയുടെ എണ്ണം ഫിക്സഡ് ആണ്. പിന്നെ പ്രൈമറി വാലൻസി ഉണ്ടാക്കുന്നവർ അയോൺസ് ആണ്. അതേസമയം സെക്കൻഡറി വാലൻസി ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ ആവാം. പ്രൈമറി വാലൻസി ഡയറക്ഷണൽ അല്ല, സെക്കൻഡറി വാലൻസി ഡയറക്ഷണൽ ആണ്. അപ്പൊ നമ്മളില്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പ്രൈമറി സെക്കൻഡറി വാലൻസിയിലൊന്ന് അവരൊന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് ആ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടില്ലാതെ പറയാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ പ്രൈമറി വാലൻസിയുടെ ഒന്നാമത്തെ പ്രത്യേകത കുഞ്ഞോളെ നോക്കുക, അയണൈസബിൾ ആണ്. ഇതെന്തിനറിയോ, ഇത് നോൺ അയണൈസബിൾ ആണ്. ഇത് ഈ സെക്കൻഡറി വാലൻസി ഒരിക്കലും പൊട്ടിക്കാൻ പറ്റൂല, ഈ ബോണ്ടിന് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റൂല. നോൺ അയണൈസബിൾ. ഓക്കെ, ഇനി പ്രൈമറി വാലൻസിയുടെ എണ്ണം ഫിക്സ്ഡ് അല്ല. number not fixed. okay, not fixed. okay, എപ്പോഴും തന്നെയാണെന്നില്ല. number fixed. okay, number fixed. not fixed എന്നല്ല, number fixed. okay, number not fixed. next, ഇനി ആരാ ഉണ്ടാക്കുന്നത്? നെഗറ്റീവ് ചാർജ് അയോൺസ് ആണ്. ഇതോ നെഗറ്റീവ് അയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ. ഓക്കെ, ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. ഇനിയോ
ഇനിയോ ഇതെന്താണ്? ഇത് നോൺ ഡയറക്ഷണൽ ആണ്, ഡയറക്ഷണൽ അല്ല, നോൺ ഡയറക്ഷണൽ ആണ്. ഇത് ഡയറക്ഷണൽ ആണ്. ഇനി എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് മാഷ് പറയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, അത് സോൾവ് ചെയ്യാനുണ്ട്, അത് പറയാനുണ്ട്. ഇനി ഈ പ്രൈമറി വാലൻസി ഫിക്സഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ അത് മാറും. സെക്കൻഡറി വാലൻസി ഫിക്സഡ് ആണ്, എണ്ണം ഫിക്സഡ് ആണ്. ഈ സെക്കൻഡറി വാലൻസി എങ്ങനെ കണ്ടെത്താം? സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോഡേൺ ടെർമിനോളജിയിൽ ഇപ്പോഴത്തെ കോൺസെപ്റ്റിൽ, കോംപ്ലക്സിനെ കുറിച്ച് പറഞ്ഞ ഇപ്പോഴത്തെ കോൺസെപ്റ്റിൽ പഴയ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ആക്ച്വലി കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആണ്. പഴയ സെക്കൻഡറി വാലൻസി ഇപ്പോഴത്തെ കോംപ്ലക്സിന്റെ കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആണ്. കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആണ്. Okay, equal to, in modern terminology this is equal to the coordination number. Equal to the coordination number. എന്താ coordination number? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണം ലിഗാൻഡിന്റെ എണ്ണമാണോ? അങ്ങനെ പറഞ്ഞൂടാ, അത് നമുക്കൊന്ന് നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാതെ. Equal to the coordination number, whereas this primary valence is equal to the ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഇത് സെൻട്രൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആണ്, ഇത് ഓക്സിഡേഷൻ നമ്പറിന് ഈക്വൽ ആണ്. ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും ഫിക്സഡ് ഒന്നും അല്ല, കാരണം ഈ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ ആറ്റത്തിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഓക്സിഡേഷൻ നമ്പർ ഫിക്സഡ് അല്ലാത്തത് കൊണ്ട് പ്രൈമറി വാലൻസിന്റെ എണ്ണം ഫിക്സഡ് അല്ല. അതേപോലെ തന്നെ അതേസമയം കോർഡിനേഷൻ നമ്പർ ഫിക്സഡ് ആണ്. ഓക്കെ, ഉണ്ടാക്കാൻ പറ്റുന്ന കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണം ഫിക്സഡ് ആണ്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ആക്ച്വലി അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ, കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ടാണ്. കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് ആരാണ്? അത് ലിഗാൻഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ഇതാ സെക്കൻഡറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ഐദർ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ്. ആക്ച്വലി അതെന്താണ് സെക്കൻഡറി വാലൻസി? അപ്പൊ ആക്ച്വലി കോർഡിനേറ്റ് ബോണ്ടാണ്. ആ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്ന ഇവർ ആരാണ് ഇപ്പോഴത്തെ മോഡേൺ ടെർമിനോളജിയിൽ? പറ. യെസ്, അത് ലിഗാൻഡ് ആണ്. ഓക്കെ, കാരണം മനസ്സിലായില്ലേ? ഈക്വൽ ടു ദി കോർഡിനേഷൻ നമ്പർ എന്നാ പറഞ്ഞത്. സെക്കൻഡറി വാലൻസീസ് ആർ ഈക്വൽ ടു ദി കോർഡിനേഷൻ നമ്പർ ഇൻ മോഡേൺ ടെർമിനോളജി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി വാലൻസി ആക്ച്വലി കോർഡിനേറ്റ് ബോണ്ട് ആണ്. കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് ലിഗാൻഡ് ആണ്. ഇനി ഇവിടെ നോക്കി, ദിസ് ഈസ് ഈക്വൽ ടു ദി ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നതിന്റെ പുറത്തുള്ള നോൺ അയണൈസേഷൻ സ്ഫിയർ ഉണ്ടല്ലോ, കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്തുള്ളവരുടെ എണ്ണം. ഇതൊരു കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു മെറ്റൽ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ പുറത്ത് Cl ആണെങ്കിൽ ഇവിടുത്തെ ചാർജ് വ്യത്യസ്തമാണ്, ചാർജ് 1 ആണ്. ഇവിടെ Cl2 ആണെങ്കിൽ ചാർജ് മാറി. അതേപോലെ തന്നെ SO4 2- ആണെങ്കിൽ ഇവിടുത്തെ ചാർജ്, ഇവിടെ പുറത്തുള്ളത് SO4 2- ആണെങ്കിൽ ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ് ആണ്. അതേസമയം ഇത് മാറിയിട്ട് Cl വരുമ്പോൾ അവിടുത്തെ ചാർജ് കൊണ്ട് മാറി. ഇവിടുത്തെ ചാർജ് മാറുമ്പോൾ ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ മാറും. ഓക്കെ, അപ്പോ ആക്ച്വലി ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പുറത്തുള്ള ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് മാറുന്നതാണ്. ഈ പുറത്തുള്ള ആൾ ആക്ച്വലി എന്താ ഉണ്ടാക്കുന്നത് കോംപ്ലക്സുമായിട്ട്? അയോണിക് ബോണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഇപ്പോഴത്തെ മോഡേൺ ടെർമിനോളജിയിൽ? അത് അയോണിക് ബോണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്തായത് പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് വിളിക്കുമ്പോൾ അത് ഇറങ്ങിപ്പോയത്. ക്ലിയർ? ഓക്കെ, അപ്പോ എന്താണ് സംഗതി എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി, ഇനി ബോണ്ട് അല്ലെങ്കിൽ വാലൻസി എന്ന് പറഞ്ഞതല്ലാതെ ഈ വാലൻസികളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ സൂചിപ്പിക്കാം, അത് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കാണിക്കും. These primary valencies are represented by using dot lines. Okay, dot lines ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. സെക്കൻഡറി വാലൻസി കാണിക്കുന്നത് ഡോട്ട് ലൈൻസ് ഉപയോഗിച്ചിട്ടല്ല, സോളിഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോളിഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് കാണിക്കും. സോളിഡ് എന്ന് വെച്ചെങ്കിൽ ഡോട്ട് അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈൻ. ഓക്കെ,
So these are the important postulates of this wellness coordination theory, and these are the important differences between primary and secondary valencies. നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയേ. ഇനി നമുക്ക് ആ എക്സാമ്പിളിലേക്ക് പോകാം. നമ്മുടെ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഏതാണ്? COCl3 6NH3. ദിസ് ഈസ് എ കോംപ്ലക്സ്. ഇത് ഈ കോംപ്ലക്സിനെ അന്നത്തെ കാലത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടൊന്നും കാണിക്കുന്നില്ല. ഇത് പഴയ റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ പുതിയ റെപ്രസെന്റേഷൻ നമുക്ക് പറയാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഇതിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3 മോള് സിൽവർ ക്ലോറൈഡ് കിട്ടി അല്ലെ. എക്സസ് ആയിട്ട് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ 3 മോള് സിൽവർ ക്ലോറൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താ? ഇതിലുള്ള 3 ക്ലോറൈഡ് അയോണും അയോണൈസബിൾ ആണ്. അതായത് ഈ Cl- 3 Cl- അയോണുകൾ കൊബാൾട്ടുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രൈമറി വാലൻസി ആണ്. അതുകൊണ്ടാണ് അത് അയണൈസ് ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ട് അമോണിയം ക്ലോറൈഡ് കിട്ടിയില്ല, അല്ല അമോണിയം നൈട്രേറ്റ് കിട്ടിയില്ല? കാരണം അത് ഈ കൊബാൾട്ടുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് സെക്കൻഡറി വാലൻസി ആണ്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ടേമിൽ പറയുകയാണെങ്കിൽ 6 NH3 മോളിക്യൂൾസ് ലിഗാൻഡ് ആണ്. അത് കൊബാൾട്ടുമായിട്ട് കോർഡിനേറ്റ് ബോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ടേമിൽ നമുക്ക് ഈ കോംപ്ലക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നവരെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് അല്ലെ, CONH3 6 ടൈംസ് ബാക്കി 3 ആൾക്കാർ അയണൈസബിൾ അല്ലേ, അത് അയണൈസേഷൻ സ്ഫിയർ ആണ് പുറത്ത് എഴുതുക. ഇതാണ് ഇപ്പോഴത്തെ അതിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് വെർണറിന്റെ കോർഡിനേഷൻ തിയറി ഉപയോഗിച്ച് ഇതിന്റെ ബോണ്ടിങ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോ ബോണ്ടിങ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈമറി വാലൻസിയെ റെപ്രസെന്റ് ചെയ്യുക, സെക്കൻഡറി വാലൻസിയെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡറി വാലൻസി ഇതാണ് സെൻട്രൽ ആറ്റം കൊബാൾട്ട്. ഇത് സെക്കൻഡറി വാലൻസി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സോളിഡ് ലൈൻ ഉപയോഗിച്ചിട്ട്. എത്ര എണ്ണം വേണം? സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ? എത്രയാണ്? അത് 6 ആണ്. കണ്ടോ, 6 എന്ന കോർഡിനേഷൻ നമ്പർ ലിഗാൻസിന്റെ എണ്ണമാണ് അല്ലെ. അങ്ങനല്ല, കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണ്. NH3 എന്നുള്ളത് മോണോഡനേറ്റ് ലിഗാൻഡ് അല്ലേ. അപ്പൊ ഒരു NH3 നൈട്രജൻ ഒരു NH3 ഒരു കോർഡിനേറ്റ് ബോണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 6 NH3 മോളിക്യൂൾസിന് 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് 6 സെക്കൻഡറി വാലൻസി ഉണ്ട്. ആ 6 സെക്കൻഡറി വാലൻസികളെ സോളിഡ് ലൈൻ ഉപയോഗിച്ചിട്ട് കാണിക്കുന്നു. ഒന്നുകൂടി അവസാനത്തെ പോസ്റ്റുലേറ്റ്, സെക്കൻഡറി വാലൻസീസ് ആർ ഡയറക്ഷണൽ. അപ്പൊ ഈ 6 സെക്കൻഡറി വാലൻസികളെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഈ 6 എണ്ണം എല്ലായ്പ്പോഴും ഒരു ഒറ്റ ഹെഡ്രണിന്റെ 6 കോർണേഴ്സിലേട്ടായിട്ടാണ് ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവുക. 6 സെക്കൻഡറി വാലൻസി ഉണ്ടെങ്കിൽ എപ്പോഴും ഒക്ടാഹെഡ്രണിന്റെ 6 കോർണേഴ്സിലോട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെയാണ്? ഒരു സ്ക്വയർ ആയിട്ടുള്ള പ്ലെയിന്, അതിന്റെ മുകളിലേക്കും താഴേക്കും ഓരോ ബോണ്ട്. പ്ലെയിനിൽ 4 ബോണ്ട്, എന്താ പറയുക, ടോപ്പ് ആൻഡ് ബോട്ടം ഓരോ ബോണ്ടുകൾ. ഇതാണ് 6 സെക്കൻഡറി വാലൻസികൾ. ആരാ ഈ സെക്കൻഡറി വാലൻസ്? ഇങ്ങനെ ബോണ്ട് വെച്ചാൽ പോലെ ഇത് ആരാ ഉണ്ടാക്കുന്നത്? അവിടെയാണ് ഓർമ്മ വേണ്ടത്. സെക്കൻഡറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ദി ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ് അയോൺസ്. ഇവിടെ 6 സെക്കൻഡറി വാലൻസി വേണമെന്ന് ഉറപ്പായി. സെക്കൻഡറി വാലൻസി 6 ആണ്. ഇത് ആരാ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? 6 ന്യൂട്രൽ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അവരാണ്. NH3 മോളിക്യൂൾ ന്യൂട്രൽ ആണ്. ആ 6 NH3 മോളിക്യൂൾസ് ആ 6 സെക്കൻഡറി വാലൻസീസ് സാറ്റിസ്ഫൈ ചെയ്തുകൊള്ളും. അപ്പൊ കുഞ്ഞോട് ഓർമ്മിക്കുക, ഇത് ആക്ച്വലി എന്താണ്? ഇപ്പോഴത്തെ കോർഡിനേറ്റ് ബോണ്ടാണ്. ഇതിനടുത്തത് ഇനി പ്രൈമറി വാലൻസിനെ റെപ്രസെന്റ് ചെയ്യണം. പ്രൈമറി വാലൻസി എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതെപ്പോഴും ഫിക്സ്ഡ് അല്ലല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? അത് ഓക്സിഡേഷൻ നമ്പറിന് ഈക്വൽ ആണ്. ഇപ്പോഴത്തെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട് നെയിമിങ്ങിന്റെ കേസിൽ. എങ്ങനെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. എന്താണ്? ഇതിന്റെ ചാർജും കൂട്ടുക, സൈൻ മാറ്റി എഴുതുക. എന്താണ് ഇതിന്റെ ചാർജ്?
ഒരു NH3 ചാർജ് 0. അപ്പൊ 6 എണ്ണം ഉണ്ടെങ്കിൽ 0. ആ എത്ര ഉണ്ടെങ്കിൽ അത് 0 തന്നെയാണ്. ഒരു Cl3ന്റെ ഒരു Cl മൈനസിന്റെ ചാർജ് എത്ര? -1. അങ്ങനെയുള്ള 3 എണ്ണം ഇല്ലേ? സോ -3. സോ -0 -3 -3. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എത്ര? +3. ഓക്കെ. അപ്പൊ ഈ നമ്പർ പറയുമ്പോൾ 3 പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രൈമറി വാലൻസ് എത്ര? 3. ആ പ്രൈമറി വാലൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡോട്ട് ലൈൻ ഉപയോഗിച്ചിട്ട്. അതെങ്ങനെ നോക്കോ? ഇതാ 3 പ്രൈമറി വാലൻസികളെ 3 ഡോട്ട് ലൈൻ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ആരാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജ് അയോൺസ് മാത്രം. ഇവിടെ 3 Cl- അയോൺസ് ഉണ്ട്, അയണൈസബിൾ ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ 3 Cl- അയോണുകൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. സോ ദിസ് ഈസ് ദി representation of bonding in this complex according to Verner's coordination theory. ഇനി അടുത്തൊരു കോംപ്ലക്സ് എക്സാമ്പിൾ ആയിട്ട് പറയാം. CuCl3 5NH3. ഇതിലേക്ക് നിങ്ങൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സസ് ആയിട്ട് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇതൊരു കോംപ്ലക്സ് ആണ്. അവിടെയും നിങ്ങൾക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള സിൽവർ ക്ലോറൈഡ് കിട്ടും. ഞാൻ അതിന്റെ എമൗണ്ട് നോക്കി. സിൽവർ നൈട്രേറ്റ് ഞാൻ എക്സസ് ആണ് ആഡ് ചെയ്തത്. എന്നിട്ട് കിട്ടിയ സിൽവർ ക്ലോറൈഡിന്റെ അളവ് നോക്കിയപ്പോൾ 2 മോൾ കണ്ടത്. കുഞ്ഞോളെ 2 മോൾ സിൽവർ ക്ലോറൈഡ്. മീനിങ് എന്താ? CuCl3യിലെ 3 Cl- അയോണുകളിൽ 2 Cl- അയോണുകൾ മാത്രമേ ഇതിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നുള്ളൂ. എല്ലാരും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം എന്താണ്? 3 Cl-ലെ 2 Cl- മാത്രമേ അയണൈസബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 2 Cl- മാത്രമേ പ്രൈമറി വാലൻസി ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? സെൻട്രൽ ആറ്റം NH3 അയണൈസ് ചെയ്യുന്നില്ല. അപ്പൊ NH3 5 ടൈംസ് ഈ 3 എണ്ണത്തിൽ 1 അയണൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ വേണം 2 പേര് മാത്രമേ അയണൈസ് ചെയ്യുന്നുള്ളൂ. സോ ദി റെപ്രസെന്റേഷൻ ഓഫ് ദിസ് കോംപ്ലക്സ് ഇൻ മോഡേൺ ടെർമിനോളജി, മോഡേൺ റെപ്രസെന്റേഷൻ ഓഫ് ദിസ് കോംപ്ലക്സ് ഇസ് ദിസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബോണ്ട് വരക്കാം. അതിലെ ബോണ്ടിങ് കാണിക്കാം. അപ്പൊ സെൻട്രൽ ആറ്റം CO. ഇതെന്താണ്? പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി റെപ്രസെന്റ് ചെയ്യണം. സെക്കൻഡറി വാലൻസി ഫിക്സ്ഡ് ആണ്, which is equal to the number of കോർഡിനേഷൻ നമ്പർ. എത്രയാ കോർഡിനേഷൻ നമ്പർ? 6 അല്ലെ? 5 + 1 6. 1 2 3 4 5 6. കണ്ട, കോർഡിനേഷൻ നമ്പർ ഈക്വൽ ആയിട്ടുള്ള സെക്കൻഡറി വാലൻസികൾ 6 എണ്ണമാണ്. 6 എണ്ണത്തിന് 6 ഡോട്ട് ലൈൻ ഉപയോഗിച്ചിട്ട് കാണിച്ചു. അതിലെ 5 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാ? 5 ന്യൂട്രൽ മോളിക്യൂൾ. 5 ന്യൂട്രൽ മോളിക്യൂൾ. ഒന്നാരാണ്? 1 Cl- നെഗറ്റീവ് ചാർജ് അയോണാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ. The secondary valencies are satisfied by either negatively charged ions or neutral molecules. Okay, അപ്പോ ന്യൂട്രൽ മോളിക്യൂൾ 5 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ഒരു Cl- അയോൺ ഒരു സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. ഓക്കെ, ഇനി പ്രൈമറി വാലൻസി. പ്രൈമറി വാലൻസി എന്തിന് ഈക്വൽ ആണ്? പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എത്ര? ഇതിന്റെ ചാർജ് 0, ഇതിന്റെ ചാർജ് -1, ഇതിന്റെ ചാർജ് -2 ഈക്വൽ ടു -3. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഇത് രണ്ടും കൂട്ടിയിട്ട് അതിന്റെ സൈൻ ഒന്ന് മാറ്റിയാൽ മതി, +3. അപ്പൊ സെക്കൻഡറി വാലൻസി 3 ആണ്. അപ്പൊ 3 സെക്കൻഡറി വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണം. ആരാ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജ് അയോൺസ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ചാർജ് അയോൺസ് പുറത്ത് 2 ആളല്ലേ ഉള്ളത്.
ആ രണ്ട് പേര് ഓരോ സെക്കൻഡറി വാലൻസികൾ സാറ്റിസ്ഫൈ ചെയ്യും. ഇതാ Cl. അപ്പൊ മൂന്നാമത്തെ സെക്കൻഡറി വാലൻസി ആരെ സാറ്റിസ്ഫൈ ചെയ്യും? മൂന്നാമത് എന്തായാലും വേണം, കാരണം ഓക്സിഡേഷൻ നമ്പറിന് ഈക്വൽ ആണല്ലോ. എങ്ങനെ? അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് സംടൈംസ് ദി സെയിം negatively charged ion may satisfy both the primary and secondary valency. ഈ മൂന്ന് സെക്കൻഡറി പ്രൈമറി വാലൻസി വേണം, അതിൽ രണ്ടെണ്ണം ഇവരെ സാറ്റിസ്ഫൈ ചെയ്തു, മൂന്നാമത്തത് ആര് സാറ്റിസ്ഫൈ ചെയ്യും? ഇത് പറ്റൂല, കാരണം അത് ന്യൂട്രൽ ആണ്. ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് നെഗറ്റീവ് ആണ്. അയാൾ തന്നെ അവിടെ ഡബിൾ റോളിൽ വരും. അയാൾ പ്രൈമറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യും സെക്കൻഡറി വാലൻസിന്റെ കൂടെ. So this is the bonding in this complex according to Werner's coordination theory. Okay. അപ്പോ ഇത് അയനൈസബിൾ അല്ല, ഇത് പ്രൈമറി വാലൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയനൈസബിൾ അല്ല, കാരണം അയാൾ സെക്കൻഡറി വാലൻസി കൂടി ഉണ്ടാക്കുന്നുണ്ട്. സെക്കൻഡറി വാലൻസി അയനൈസബിൾ അല്ലല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കോംപ്ലക്സ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. COCl3 4NH3 ഇതൊരു കോംപ്ലക്സാ. ഈ കോംപ്ലക്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസ് സിൽവർ നൈട്രേറ്റ് ഞാൻ ആഡ് ചെയ്തപ്പോൾ അവിടെയും എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി മക്കളെ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആക്ച്വലി സിൽവർ ക്ലോറൈഡ് ആയിരുന്നു. ഞാൻ അവിടെ കിട്ടിയ സിൽവർ ക്ലോറൈഡിന്റെ അളവൊന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയത് എത്രയെന്ന് അറിയാവോ? 1 മോൾ സിൽവർ ക്ലോറൈഡ്. അതിന്റെ അർത്ഥം എന്താ? ഈ Cl3-യില് 3 Cl- അയോണുകൾ ഉണ്ട്. ആ 3 Cl- ഒരു Cl- മാത്രമേ ആക്ച്വലി അയണൈസബിൾ ആയിട്ടുള്ളൂ, ബാക്കി രണ്ടെണ്ണം അയണൈസബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോഡേൺ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? CONH3 4 times Cl2Cl. ഇനി എന്താ ഡയറക്റ്റ് പറയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബാക്കി പറഞ്ഞ പോലെ നിങ്ങൾ ഓർമ്മിച്ച് കൊണ്ടുവരാം. അപ്പോ സെൻട്രൽ ആറ്റം കൊബാൾട്ട്, ഇതിലെ സെക്കൻഡറി വാലൻസി ഓക്സിഡേഷൻ കോർഡിനേഷൻ നമ്പർ ഈക്വൽ ആണ്, 6 എണ്ണമാണ്. 1 2 3 4 5 6. 6 എണ്ണത്തിൽ 4 എണ്ണം ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നു? NH3 ന്യൂട്രൽ മോളിക്യൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബാക്കി 2 എണ്ണം ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നു? Cl. ഇനി പ്രൈമറി വാലൻസി കാണിക്കണം. പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ആണ്. എത്ര നോക്ക്? 0 -2 -1 -3 സൈൻ മാറ്റി +3. അപ്പൊ 3 എണ്ണം. അപ്പൊ 3 എണ്ണത്തിൽ 1 ഈ Cl- സാറ്റിസ്ഫൈ ചെയ്യും. ബാക്കി 2 എണ്ണം ആര്? ബാക്കി 2 എണ്ണം ഇവര് ഈ 2 പേരുടെ ഡബിൾ റോൾ ആക്ട് ചെയ്യും. ഇത് സെക്കൻഡറി വാലൻസി കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് അത് അയനൈസബിൾ അല്ല. പ്രൈമറി വാലൻസി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇത് മാത്രമാണ് അയനൈസബിൾ. ഓക്കെ, ഇതാണ് അക്കോർഡിംഗ് ടു വെർനേഴ്സ് കോർഡിനേഷൻ തിയറി ഇതിന്റെ ബോണ്ടിങ്ങിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഒന്നുകൂടി ലാസ്റ്റ് COCl3 3NH3. ഇതിലേക്ക് ഞാൻ എക്സസ് ആയിട്ട് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടിയില്ല. നോ പ്രസിപ്പിറ്റേറ്റ്. ദാറ്റ് മീൻസ് പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റുമായിട്ട് കൂടെ പോകുന്ന അയാൾ വിളിച്ചപ്പോൾ പോകുന്ന ആരും ഈ കോംപ്ലക്സിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെപ്രസെന്റേഷൻ എന്താണ്? CONH3 thrice Cl3. പുറത്താരുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോണ്ടിങ് കാണിക്കാം. എത്രയാണ്? പിന്നെ കോർഡിനേഷൻ നമ്പർ 6. അപ്പൊ സെക്കൻഡറി വാലൻസി 6. NH3 എത്രയാണ്? 3 എണ്ണല്ലേ ഉള്ളൂ അല്ലെ? NH3 ബാക്കി 3 എണ്ണം 3 Cl. അപ്പൊ പ്രൈമറി വാലൻസി ഇല്ലേ? ഓക്സിഡേഷൻ നമ്പർ നോക്ക്. 0 -3 ഈക്വൽ ടു -3. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ +3. അപ്പൊ എത്രയാണ്? 3 എണ്ണം വേണം. 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യാൻ പുറത്താരും ഇല്ലല്ലോ. അപ്പോഴവിടെ ആരാണ്? ഈ ഉള്ളിലുള്ള 3 മൈനസ് അയോൺസ്, നെഗറ്റീവ് അയോൺസ് അവിടെ ഡബിൾ റോൾ ആക്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി ബോണ്ടിങ്.
അപ്പൊ ക്ലിയർ ആണല്ലോ, സംഗതി മുഴുവൻ ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇവിടേക്ക് നമ്മൾ ആദ്യത്തെ കോർഡിനേഷൻ തിയറി ഇത് ബോണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, കോംപ്ലക്സിലെ ബോണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആദ്യത്തെ തിയറി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ.